ഈശോയിലേറ്റവും പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വിചാരിച്ച പ്രിയപ്പെട്ട വശിഷ്ഠന്മാരെ, സമർപ്പിതരെ, മാതാപിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നമ്മുടെ ഭദ്രാസനം ഉയർപ്പിൻ്റെ സന്തോഷത്തിലാണ്, പ്രത്യാശയിലാണ്, പ്രകാശത്തിലാണ്. ഈ ലോകത്തിലെ എല്ലാ ആളുകളെയും ഓർത്ത് പേരെടുത്ത് പറഞ്ഞ് അവർക്കെല്ലാം സമാധാനം ലഭിക്കുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ഒരുപക്ഷെ ഇത്ര അതിമനോഹരമായ പ്രാർത്ഥന എല്ലാ ജീവജാലങ്ങളെയും ഈ പ്രപഞ്ചത്തെയും സസ്യലതാദികളെയും ഒക്കെ വിളിച്ച് അപേക്ഷിക്കുന്നത് അപൂർവമായിട്ട് നമുക്ക് കാണുകയുള്ളൂ. അങ്ങനെ കർത്താവിൻ്റെ കൂട്ടത്തിൽ ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ സമാധാനമായിട്ട് കഴിഞ്ഞുകൂടാനുള്ള ആ പ്രാർത്ഥനയാണ് ഉത്ഥാനത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതും നമ്മൾ പ്രാർത്ഥിച്ച് ഒരുക്കുന്നതും. പരമ്പരാഗതമായിട്ട് ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളാണ്. ഹദംബ ശംബ റംബ ദഖ്യംജ മാറൻ ഈശോ മിശിഹ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ഖ്യംജ ഉയർപ്പ് തിരുനാളാണ്. എല്ലാ സഭകളും, എല്ലാ വേദപാഠ ക്ലാസ്സുകളും, എല്ലാ യൂണിവേഴ്സിറ്റികളും അടിസ്ഥാനമായിട്ട് മനസ്സിൽ എടുത്തതും എടുക്കുന്നതും ഈ തിരുനാളാണ്. ഒരു വലിയ പരിധിവരെ ഈ തിരുനാളിനെ കുറിച്ച് മാത്രമാണ് നമ്മുടെ എല്ലാ പ്രബോധനങ്ങളും എഴുത്തുകളും പ്രഭാഷണങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാനും സ്നേഹിക്കാനുമുള്ള വലിയൊരു അവസരമായിട്ട് ഈ തിരുനാളിനെ നമ്മളുടെ സമൂഹം, ഭദ്രാസന ദേവാലയ വിശ്വാസികൾ കാണുകയാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിലും നമ്മൾ പറയുന്ന ഒരു വാക്കാണ് മൂന്നാം പക്കം. നമ്മൾ മൂന്നാം പക്കത്തിലാണ്. ഹോളി ത്രിദൂവും, പരിശുദ്ധമായ 3 ദിവസങ്ങൾ, വെള്ളി, ശനി, ഞായർ. അങ്ങനെ ആ ഞായറിൻ്റെ കർത്താവ് ദാനം ചെയ്തതിൻ്റെ ഏറ്റവും മഹനീയമായ ആ ദിവസത്തിൻ്റെ സഭാത്മകമായിട്ടുള്ള ലിറ്റർജിക്കൽ സെലിബ്രേഷനാണ് നമ്മൾ ഇപ്പോൾ നടത്തി പങ്കെടുത്തത്. കണ്ണുകൊണ്ട് കണ്ട് വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്നതിനേക്കാൾ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളെ കേട്ട് ഉൾക്കൊള്ളേണ്ട ഒന്നാണ് ഈ കാര്യം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പോയി പ്രസംഗിക്കണം, പ്രഘോഷിക്കണം. നിങ്ങളുടെ ഈ പ്രഘോഷണമാണ് ഈശോ ഉത്ഥാനം ചെയ്തു എന്നുള്ള ആ പ്രഘോഷണമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾ ലോകം മുഴുവനും പോയി കൊടുക്കേണ്ട കാര്യവും അതാണ്. പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞൻ കാൾ റാണർ ഈശോയുടെ മരണത്തിൽ എന്താണ് നടന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഉത്ഥാനം. എന്താണ് കുരിശുമരണത്തിൽ നടന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഉത്ഥാനം. അതുകൊണ്ട് കുരിശ് മരണത്തെ കൂടുതൽ അന്വേഷിക്കുമ്പോൾ വിശ്വാസിയായ ഏത് മനുഷ്യനും ഈ ഉത്ഥാനത്തിൽ മാത്രമേ വന്ന് എത്താനായിട്ട് പറ്റുകയുള്ളൂ. കാലിയായ കല്ലറ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കേന്ദ്രമാണ്. കാലിയായ കല്ലറ അത് എല്ലാവരിലും വിസ്മയം ഉളവാക്കി. ഏറ്റവും പുരാതനമായ ഒരു അടയാളമായിട്ട്, ഏറ്റവും ആദ്യം കണ്ടുമുട്ടിയ ഒരു അടയാളമായിട്ട്, ഒരു വലിയ തെളിവ് എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പറയേണ്ടതില്ലെങ്കിലും ഏറ്റവും ആദ്യം കണ്ട ഒരു വലിയ അടയാളമാണത്. പൗലോസാണ് ഉത്ഥാനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്.
എന്നാൽ അദ്ദേഹം ഒരിടത്തും കല്ലറ കാലിയായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം കല്ലറ കാലിയല്ലെങ്കിലും ഈശോയുടെ ഉത്ഥാനം ശിഷ്യന്മാരും നമ്മൾ എല്ലാവരും പൂർണ്ണമായിട്ട് പ്രഘോഷിക്കേണ്ട കാര്യം തന്നെയാണ്. വേദപുസ്തകത്തിൽ 10-12 അവസരങ്ങളിൽ ഉത്ഥാനം ചെയ്ത് ഈശോ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആദ്യം സ്ത്രീകൾക്ക്, പിന്നീട് കല്ലറയിൽ നിന്ന അതേ സ്ത്രീകൾക്ക് തന്നെ, പിന്നെ നമ്മൾ കുറെ കഴിയുമ്പോൾ എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക്, പിന്നെ ശിഷ്യന്മാരുടെ സമൂഹത്തിന്, തോമാസ് ലീഹായ്ക്ക് തിബേറിയോസ് കടൽ തീരത്ത് വെച്ച്, ഗലീലി കടൽ തീരത്ത് വെച്ച്, പ്രഭാത ഭക്ഷണ മേശയിൽ, പിന്നെ സ്വർഗാരോഹണ സമയത്ത്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈശോ ഉത്ഥാനം ചെയ്തത് ഉടനെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അല്ലായിരുന്നു. ഈശോ ഉത്ഥാനം ചെയ്തത് ഭൂമിയിൽ കുറെ നാളുകൂടെ ജീവിക്കാൻ വേണ്ടി തന്നെയായിരുന്നു. സ്വർഗാരോഹണം വരെ ശിഷ്യന്മാർക്കും സംശയക്കാർക്കും എല്ലാം വന്ന് കണ്ട് ആ കാര്യങ്ങൾ ഉറപ്പിച്ച് പ്രഘോഷിക്കാനായിട്ട് നിങ്ങൾ പോകണം എന്നുള്ള അവർ വലിയ തീരുമാനം എടുക്കുന്നിടം വരെ കർത്താവ് അവരെ കണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷം അതാണല്ലോ. മറിയം മഗ്ദലന പ്രഭാതത്തിൽ കല്ലറയിലെത്തി. കല്ലറ തുറന്നു കിടക്കുന്നു. അവൾ പേടിച്ച് ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി. പത്രോസും യോഹന്നാനും അത് കേട്ട് ഊർജം സമ്പാദിച്ചു. അവരൊരുമിച്ച് ഓടി. ഇരുവരും കല്ലറയെങ്കിലെത്തി. ചെറുപ്പക്കാരനായിരുന്ന യോഹന്നാൻ ആദ്യം എത്തി. പത്രോസ് രണ്ടാമതെത്തി. രണ്ടാമതെത്തിയവൻ ധൈര്യമുണ്ടായിരുന്നതുകൊണ്ട് ആദ്യം കല്ലറയിൽ ഇറങ്ങി. ആദ്യം എത്തിയ യോഹന്നാൻ പിന്നീട് കല്ലറയ്ക്കകത്തേക്ക് കുനിഞ്ഞു നോക്കുകയും ഇറങ്ങുകയും അവൻ അത് കണ്ട് വിശ്വസിക്കുകയും ചെയ്തു. നമ്മളെപ്പോഴും പറയുമല്ലോ, തോമ മാത്രമേ വാശി പിടിച്ചുള്ളൂ, എനിക്ക് നേരിട്ട് കാണണം, ഒരടയാളം കണ്ടാൽ മതി. ഈശോ അവിടെ ഇല്ലായിരുന്നു, ഉയർത്തെഴുന്നേറ്റു, കല്ലറ കാലിയാണ്, അവിടെ മറ്റാരുമില്ല, കാരണം ഭക്തസ്ത്രീകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ യോഹന്നാൻ കച്ച അവിടെ കിടക്കുന്നത് കണ്ടു. അത് കണ്ട് അവൻ വിശ്വസിച്ചു. ഈശോ ഉത്ഥാനം ചെയ്തെന്ന് അവിടുന്ന് വിശ്വസിച്ചു. അങ്ങനെ വലിയ ആവേശകരമായ രീതിയിലാണ് ആ സുവിശേഷം നമ്മെ ഇന്ന് ഈ ദിവസത്തിലെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അഗസ്തീനോസ് അവരുടെ ഓട്ടത്തെക്കുറിച്ച്, അവരുടെ സാമർഥ്യത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അഗസ്തീനോസ് പറഞ്ഞു, അങ്ങോട്ട് നോക്കി, അവർ രണ്ടുപേരും കൂടെ ഓടുകയാണ്. നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. ഒരു വയസ്സനും ഒരു ചെറുപ്പക്കാരനും കൂടി ഓടുകയാണ്. രണ്ടുപേരും കൂടി ഓടുകയാണ് കല്ലറയിലേക്ക്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മെലിയോരം പേത്രൂസ്. അവരെ ഒന്ന് വിലയിരുത്തിയാൽ മിടുക്കൻ പത്രോസാണ്. മെല്ലിയോരം പേത്രൂസ്. അതുകൊണ്ട് അദ്ദേഹം നിർത്തിയില്ല, തുടർന്ന് പറഞ്ഞു, ഫെലിച്ചിയോരം യോഹന്നാൻ. എന്നാൽ യോഹന്നാനാണ് കൂടുതൽ സന്തോഷവാൻ. പത്രോസ് മിടുമിടുക്കനാണ്, പക്ഷെ യോഹന്നാൻ ഫെലിച്ചിയോരം, മറ്റാരേക്കാൾ സന്തുഷ്ടനാണ്, ജോയ്ഫുള്ളായിട്ടുള്ള മുഖവുമായിട്ടാണ് കൂടിയത്. നമ്മുടെ പരിശുദ്ധപിതാവ് ഈ നാടുകളിൽ എപ്പോഴും പറയുന്ന കാര്യം അതാണല്ലോ, ജോയ്ഫുൾ ആയിരിക്കണം, സന്തോഷത്തോടുകൂടി പെരുമാറണം. സന്തോഷമാണ് ഉത്ഥാനത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. കല്ല് ഉരുട്ടി മാറ്റുക എന്നത് ലാസറിന്റെ മൃത കുടീരത്തിലുമൊക്കെ നമ്മൾ കാണുന്നതാണ്. അവിടെ ഞാൻ കരുതുന്നത് ഈശോയുടെ കല്ലറയിൽ കല്ല് മാറ്റിയത് ഉദ്ധിതനെ പുറത്തേക്ക്
ഇറക്കാനല്ല ഈശോയ്ക്ക് കല്ല് മാറ്റി തനിച്ചേറ്റ് പോകാറുണ്ട്. കല്ല് മാറ്റിയത് ഉദ്ധിതനെ പുറത്തേക്ക് ഇറക്കാനല്ല, പ്രത്യേക പുറത്ത് നിൽക്കുന്നവരെ അകത്തേക്ക് ഇറക്കാൻ വേണ്ടിയാണ്. അതായിരുന്നു ആ തിരുവചനത്തിന്റെ പൊരുള് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈശോയ്ക്ക് അത്ഭുതം ചെയ്യാമായിരുന്നു, ഇറങ്ങിപ്പോകാമായിരുന്നു. പക്ഷേ പുറത്ത് നിൽക്കുന്നവര് അകത്തേക്ക് കടക്കണമെങ്കിൽ, കച്ച കണ്ട് വിശ്വസിക്കണമെങ്കിൽ ഈ ഒരു കാര്യം അവിടെ ആവശ്യമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കല്ലുകള്, പ്രതിസന്ധികള്, പ്രതികാരങ്ങളും ഒക്കെ നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. അവിടെയെല്ലാം അതിനെ സമചിത്തതയോടെ നമ്മൾ കാണുകയാണെങ്കിൽ കർത്താവ് വന്ന കല്ലെല്ലാം മാറ്റിക്കൊള്ളും. കർത്താവ് വന്ന് കല്ല് മാറ്റിക്കൊള്ളും. എത്ര കല്ലുമായിട്ടായിരുന്നു, എത്ര ചുണയ്ക്കായിരുന്നു ഒരുപാട് ചേട്ടന്മാര് പവനിയായി സ്ത്രീയെ എറിയാൻ കല്ലുമായിട്ട് വന്നത്. ആരെങ്കിലും എറിഞ്ഞു? എല്ലാ കല്ലുകളും കർത്താവ് മാറ്റിക്കളയും. കർത്താവ് കല്ല് മാറ്റുമ്പോഴാണ് നമുക്ക് അകത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നതും ദൈവികമായ രഹസ്യങ്ങൾ എന്താണെന്ന് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നത്. ഈശോയുടെ ഉത്ഥാനത്തിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ പറഞ്ഞാൽ ലാസറിനെ ഉയർപ്പിക്കുന്നതാണ് അതിന്റെ പശ്ചാത്തലം. രണ്ടാമത്തേത്, ലാസറിനെ ഉയർപ്പിക്കുന്നത് വഴി ഈശോ തന്നെയും വിധിക്കപ്പെട്ടു. ഇവനെ കൊന്നുകളയണം എന്ന സമൂഹം കരുതി. ഈശോ വധിക്കപ്പെട്ട് അടക്കപ്പെട്ടപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റു. അത് നമുക്ക് വേണ്ടിയാണ്. ലാസറിനെ ഉയർപ്പിച്ച് മരണത്തിനായിട്ട് പൊതുജനം കണ്ട് പിലാത്തോസിന്റെ പ്രാത്തോറിയത്തിൽ കൊണ്ടുപോയി അന്യായമായ രീതിയിൽ വിധി നടത്തി ഗാഗുൽത്താമലയിലേക്ക് പോയി മരണപ്പെട്ട ഈശോ നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ഉത്ഥാനത്തിന് വേണ്ടിയാണ് ചെയ്തത്, മരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലാസർ പുറത്തു വന്നെങ്കിലും അവൻ വീണ്ടും മരിക്കുകയും വേദനകൾ സഹിക്കുകയും എല്ലാം ചെയ്യേണ്ടിയിരുന്നു. കർത്താവ് നയിമിലെ വിധവയുടെ കുട്ടിയോട് കാണിച്ചതും ലാസറിനോട് കാണിച്ചതുമൊക്കെ ലോകാന്ത്യത്തിലെ റെസുറക്ഷൻ അല്ല. ഇപ്പോഴേ ഇവിടെ ഈ ഭൂമുഖത്ത് ആയിരിക്കുമ്പോൾ അവർക്കൊരു ബോധ്യം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ നേടിയ ഉത്ഥാനം that does not replace the final resurrection. വരാനിരിക്കുന്ന ആ ഉത്ഥാനത്തിന് പകരമല്ല, അതിലേക്ക് ഒരു വലിയ സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി ഈ ലോകത്തിൽ തന്നെ ഒരു ഉണർവ് അവർക്ക് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിതാവിന്റെ ഉയർപ്പ് പൗലോസ് അദ്ദേഹത്തിന്റെ രചനകളുടെ എല്ലാം കാതലായിട്ട് കണ്ട കാര്യമാണ്. 1 കൊരിന്തോസ് 15:14 ഈശോ ഉയർപ്പിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർത്തിയിട്ടില്ല. ഈ ജീവിതത്തിന് സാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് പ്രത്യാശ വയ്ക്കുന്നെങ്കിൽ ഈ ലോകത്തിലെ മറ്റെല്ലാ മനുഷ്യരെക്കാൾ ഭാഗ്യം കെട്ടവരാണ് നമ്മൾ എന്ന് പൗലോസ് പഠിപ്പിക്കുമ്പോൾ ധ്യാനത്തിന്റെ അടിസ്ഥാനപരമായ സവിശേഷത എന്താണെന്നും അതിനെ ഏത് രീതിയിൽ നമ്മൾ എടുക്കണമെന്നുമെല്ലാം ആണല്ലോ പഠിപ്പിക്കുന്നത്. അഗസ്തീനോസ് പറയുന്ന ചെറിയൊരു ലത്തീൻ വാക്യമുണ്ട്, ഫീദസ് ക്രിസ്ത്യനോരും റെസുറക്സിയോ ക്രിസ്റ്റി എസ്റ്റ്. ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഈശോയുടെ ഉത്ഥാനമാണ്. നമ്മുടെ വിശ്വാസം
ഈശോയുടെ ഉത്ഥാനമാണ്. ഈശോ മരിച്ചുവെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഈശോ ഉത്ഥാനം ചെയ്തുവെന്ന് ഇപ്പോഴും കുറച്ചുപേര് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് ഈ പ്രഘോഷണം കൊണ്ടു നടക്കുക എന്നത്. ഈശോ ഉത്ഥാനം ചെയ്തുവെന്ന് നമ്മൾ പ്രസംഗിച്ചാൽ മാത്രം മതി. യു ഗോ ആൻഡ് പ്രീച്ച്. ഈശോ പറഞ്ഞ ആ ഒരു വലിയ ഉത്തരവാദിത്വം നമുക്ക്, പ്രത്യേകിച്ച് നമ്മുടെ പോലുള്ള രാജ്യത്ത്, ചെറിയ ഒരു ശതമാനം മാത്രമേ നമുക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുള്ളൂ. വരാനിരിക്കുന്ന കാലത്ത് ശരീരങ്ങളുടെ ഉയർപ്പാണ് അന്ത്യവിധിയിൽ നടക്കുന്നത്. ലിയോ മാർപ്പാപ്പ പറയുകയുണ്ടായി, ഇവിടെ വെച്ച് ഈ ഉത്ഥാന ദിവസം ഹൃദയങ്ങളുടെ ഉയർപ്പ് ഉണ്ടാകട്ടെ, ഉള്ളിലൊരു വിശ്വാസം പിറക്കട്ടെ. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നത് അത് വരാനിരിക്കുന്ന ലോകത്തിന്റെ അന്ത്യത്തിൽ എല്ലാവരും ഒന്നിച്ച് മഹത്വമുള്ള ശരീരത്തോടുകൂടെ എഴുന്നേൽക്കുന്നത് കാണാനും അനുഭവിക്കാനും വേണ്ടിയാണ്. സജീവമായ നിഷ്കളങ്കമായ വിശ്വാസ പ്രഘോഷണത്തിലേക്ക് നമ്മൾ ഇറങ്ങണം. നടപടി 3:2 മനോഹരമായൊരു സംഭവമുണ്ടല്ലോ. ബ്യൂട്ടിഫുൾ ഗേറ്റ്, സുന്ദര കവാടം എന്ന് പറഞ്ഞ ഒരു കെട്ടിടവും അതിൻ്റെ വാതിലും. ബ്യൂട്ടിഫുൾ ഗേറ്റ്, സുന്ദര കവാടം. ആ കവാടത്തിൽ ജന്മന മുടന്തനായ ഒരു വ്യക്തിയെ കണ്ടെത്തിയിരിക്കുകയാണ്. പത്രോസും യോഹന്നാനും അത് കണ്ടു. മുടന്തൻ ഭിക്ഷയാചിച്ചു. അവർ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയില്ല, സ്വർണമില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ കാര്യമുണ്ട്, അത് വേണമെങ്കിൽ തരാം. നസ്രായനായ ഈശോയുടെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈശോ ഉയർത്തെഴുന്നേറ്റുവെന്ന്. പത്രോസ് വലത് കൈ നീട്ടിക്കൊടുത്തു. ആ കയ്യിൽ പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റു. പാദങ്ങൾക്ക് ബലം കിട്ടി. ചാടി എഴുന്നേറ്റു. നടന്നു കുതിച്ച് ദൈവത്തെ സ്തുതിച്ച് അവരുടെ കൂട്ടത്തിൽ പ്രഘോഷകനായിട്ട് മാറുകയാണ്. ഇതാണ് ഉത്ഥാനം. അനങ്ങാൻ പറ്റില്ലാണ്ട് പാദം വളഞ്ഞ് വെറുതെ കിടന്ന വ്യക്തിയോട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ അവനത് സാധ്യമായി. ബ്യൂട്ടിഫുൾ ഗേറ്റ്, സുന്ദര കവാടം എന്നല്ലാതെ മറ്റെന്താണ് അതിന് പേര് കൊടുക്കാനുള്ളത്? ഒരു മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി ദൈവത്തിന്റെ കരുണയിലേക്ക് കൊണ്ടുവരികയാണ്. മർക്കോസ് 2:11 നമ്മൾ വീണ്ടും വായിക്കുന്നു. നടക്കാൻ പ്രയാസമുള്ള ആളിനോട് ഗെറ്റ് അപ്പ് ആൻഡ് വോക്ക്. അവനും ചാടി എഴുന്നേറ്റു. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇങ്ങനെ ചാടി എഴുന്നേറ്റ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ടായിരിക്കാം, നമുക്ക് കാണിച്ച് കൊടുക്കാനുണ്ടാവും. കാലിൽ നിൽക്കാൻ പറ്റാത്തവര്, വിശ്വാസത്തിൽ ബലം കുറഞ്ഞവരുമാണ്. എത്രയോ പേരെ ഇവിടെ ഇരിക്കുന്ന ഈ സിസ്റ്റേഴ്സും അച്ഛന്മാരും എല്ലാം ഇടപെട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് പരിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കി, കുമ്പസാരത്തിന് ഒരുക്കി, അവരെയെല്ലാം ചാടി എഴുന്നേൽപ്പിച്ച് നിർത്തി. ഇന്ന് ഈ ഭദ്രാസനം വലിയൊരു പ്രഘോഷണ കേന്ദ്രമായത് ഇവിടുത്തെ വൈദികരും മതാധ്യാപകരും സമർപ്പിതരുമെല്ലാം ഈ സന്ദേശം കൊടുക്കുന്നതുകൊണ്ടാണ്. ഐശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, നമുക്ക് ജീവിതത്തിൽ വേണ്ടത് പ്രത്യാശയാണ്. 40:31 അദ്ദേഹം പറയുന്നു, യുവാക്കൾ പോലും തളർന്നും ക്ഷീണിച്ചും ഇരിക്കുകയാണ്. ചെറുപ്പക്കാർ ശക്തിയറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകരുടെ
ചിറക് മേടിച്ച് പറന്ന് ഉയരും. കഴുകന്റെ ചിറക് നമ്മുടെ പാദങ്ങളിൽ കെട്ടിത്തൂക്കി പറക്കണം എന്നാണ് ഐസയ പറഞ്ഞിരിക്കുന്നത്. വെറുതെ നമ്മൾ പ്രത്യാശയില്ലാത്തവരെ പോലെ എല്ലാം നഷ്ടപ്പെട്ടു, ഇനിയൊന്നും നേടാൻ സാധ്യമല്ല എന്ന് വിചാരിച്ച് നമ്മൾ ചടഞ്ഞുകൂടി അങ്ങനെ ഇരിക്കരുത്. ഗ്രേറ്റ് വിങ്സ്, വലിയ ചിറകുകൾ. വിമാനമൊക്കെ അങ്ങനെയല്ലേ? വലിയ വിമാനം, വലിയ ചിറക്. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ജർമ്മൻകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഒക്കെ വിമാനത്തിന് വലിയ ചിറകാണ്. ഏത് പ്രതിസന്ധി വന്നാലും ആ ചിറക് അതിനെ കൈകാര്യം ചെയ്യും. വലിയ കപ്പലിൽ കയറുമ്പോഴും അത് തന്നെയാണല്ലോ. നടുക്കടലിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ കപ്പല് തലയെ കുത്തി പറയുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ അതിൻ്റെ ഇരുപാർശ്വങ്ങളിലൂടെ ജലത്തിലേക്ക് നീട്ടുന്ന വലിയ കമ്പി കഷ്ണങ്ങൾ അതിനെ ബാലൻസ് ചെയ്തു കൊടുക്കും. കഴുകന്റെ ചിറകുകൾ മടുത്തിരിക്കുന്ന ചെറുപ്പക്കാരുടെ കാലിൽ കെട്ടിത്തൂക്കണം എന്ന് പ്രവാചകൻ പറയുന്ന കാര്യമാണ് ശരിക്കുള്ള പ്രഘോഷണം. നമ്മൾ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന കാര്യത്തിൽ കടമുണ്ടെന്ന് കേൾക്കുന്നവര് തോന്നുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട ഒരു വലിയ പ്രതീക്ഷയാണ് ഇന്ന് കർത്താവ് ഈ ദിനത്തിലൂടെ നമുക്ക് നൽകുന്നത് എന്ന് നമുക്ക് കരുതണം. ഇബ്രായ ലേഖനം 6:18 ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ നങ്കൂരം പോലെയാണ്. ഞാൻ കപ്പലിന്റെ കാര്യം പറഞ്ഞല്ലോ, നങ്കൂരമടിച്ച് കിടക്കുകയാണ്. ഒരു അപകടം വരികയാണ്. പുനരുത്ഥാനം എന്ന ആ ഒരു വലിയ പ്രത്യാശ, ആ പ്രത്യാശയിൽ നമ്മൾ കണ്ടെത്തുന്ന സത്യങ്ങൾ നമ്മളുടെ അലസതയിൽ നിന്നും, നമ്മുടെ വൈരാഗ്യത്തിൽ നിന്നും, നമ്മളുടെ ഒരുക്കമില്ലായ്മയിൽ നിന്നും എല്ലാം നമ്മളെ മാറ്റിയെടുത്ത് വലിയൊരു പെഡഗോഗാണ് ഈ പ്രത്യാശ എന്ന് പറയുന്നത്. ജീവിതത്തിൽ പ്രത്യാശയുള്ളവരെ പോലെ ആയിരിക്കുക. ബെനഡിക്ട് വിലാമൊരിക്കൽ പറഞ്ഞു, ഒരുപാട് രോഗങ്ങളും കഷ്ടതകളും എല്ലാം ഉള്ളപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടേക്കാം, എങ്കിലും നമ്മൾ പ്രത്യാശയോടെ ജീവിക്കണം. പരിശുദ്ധ വീണ്ടും പറഞ്ഞു, നമുക്ക് ഒരുപാട് കാര്യമൊന്നും അപ്പോൾ കിട്ടിയെന്ന് വരികയില്ല. God gives only the daily bread. നമുക്ക് അന്നന്ന് വേണ്ട ആഹാരം എന്താണോ അത് മാത്രമേ കർത്താവ് നൽകുന്നുള്ളൂ. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. ആ പ്രത്യാശയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പൗലോസ് റോമാക്കാർക്ക് 5:3 കഷ്ടതകളിൽ അഭിമാനിക്കുവിൻ. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പൗലോസിന്റെ വാക്കുകൾ നമ്മൾ ഹൃദയത്തിൽ എടുക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് വന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടിലായി, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്താണ് പോയത്? സ്വാഭാവികമായിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം സംഭവിച്ചെങ്കിലും നമ്മുടെ പള്ളികളിലും തിരുക്കർമ്മങ്ങളിലും എല്ലാം അത്ഭുതകരമായ രീതിയിൽ വിശ്വാസികൾ ഓടിക്കൂടുകയാണ് ചെയ്തത്. പ്രത്യാശ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. പരിശുദ്ധ അമ്മ സർപ്പത്തിന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തന്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. വെളിപാട് 12:13. വൻ ചിറകുകൾ കഴുകന്റെ. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണല്ലോ കഴുകൻ. വലിയ രാജ്യങ്ങളുടെയൊക്കെ വിമാനങ്ങൾ പോലെയാണ്. ഓരോ വിമാനത്തിനും അന്തരീക്ഷത്തിൽ അതിൻ്റെ ഉയരം കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും നല്ല
ടെക്നിക്കൽ ഭദ്രതയുള്ള വിമാനമാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. അമേരിക്കയുടെ ആയിരിക്കാം, ഫ്രാൻസിൻ്റെ ആയിരിക്കാം, ജർമ്മനിയുടേതായിരിക്കാം. അങ്ങനെ ഇത് കൂട്ടിമുട്ടാതിരിക്കാനും വലിയ ഒച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് ഓരോ വിമാനത്തിൻ്റെയും കൊടുത്തിരിക്കുകയാണ്. നമുക്കൊരു ഹെലികോപ്റ്റർ ഇവിടെ ഇറക്കണമെങ്കിലും ഒരുപാട് അന്വേഷണം നടത്തി മാത്രമാണ് നമുക്ക് അതിൻ്റെ അനുവാദം കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള വൻ ചിറകുകൾ നമുക്ക് കിട്ടേണ്ട, സഭയ്ക്ക് കിട്ടേണ്ട ദിവസമാണെന്ന്. ആ ചിറകുണ്ടെങ്കിൽ നമുക്ക് പറക്കാനും നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാനും നമ്മുടെ സഭയ്ക്ക് പറന്ന് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ എത്തി അതിൻ്റെ ശ്ലൈഹികമായ ആ കുലീനത്വം, അതിൻ്റെ ദൈവാരാധന ക്രമത്തിൻ്റെ ആ മഹത്വം, ഈ പീഡാനുഭവ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളുടെ ആധ്യാത്മികത, ഇതെല്ലാം ലോകം മുഴുവനും എത്തേണ്ടതും മറ്റു സഭകളിൽപ്പെട്ടവരും കാണേണ്ടതുമാണ്. അതിന് കഴുകന്റെ ചിറക് വേണം. ഹൃദയങ്ങളുടെ ഉയിർപ്പ് ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കണം. ശരീരങ്ങളുടെ സമഗ്രമായ ഉയർപ്പിന് വേണ്ടി നമ്മൾ നോക്കി പാർത്തിരിക്കണം. നമുക്ക് കല്ലറയെങ്കിലേക്ക് ഓടാം. അപ്പോൾ നമുക്ക് ഈശോ കൂടുതലായിട്ടുള്ള അനുഗ്രഹം നൽകും. സമർത്ഥനായ പത്രോസും സന്തോഷ പ്രകൃതമുള്ള യോഹന്നാനും ഓടി കണ്ട് ആ കല്ലറ. മറിയം മഗ്ദലേന ആദ്യം ദർശിച്ച കാലിയായ ആ കല്ലറ. അവിടെ വെച്ച് മറിയം എന്ന് ഈശോ വിളിച്ചപ്പോൾ ഗുരു, പഠിപ്പിക്കുന്ന ആളിനെയാണല്ലോ ഗുരു എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈശോ അവിടെ വീണ്ടും പിന്നീട് തിരുത്തുകയാണ്. ഞാൻ നിന്റെ വെറും സാറ് മാത്രമല്ല, സാറ് ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നു, അത് ഭൗതികമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നീ എന്നെ ആ രീതിയിൽ കണ്ട് എന്നെ പരിമിതപ്പെടുത്തരുത്. അതാണ് പറഞ്ഞത്. സാറ എന്ന് വിളിച്ച് അങ്ങനെ പരിമിതപ്പെടുത്തരുത്. അവളോടി ശിഷ്യന്മാരുടെ അടുത്ത് എന്ന് പറഞ്ഞെന്താണ്? ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു. അതാണ് ശരിയായിട്ടുള്ളത്. കർത്താവിന് സ്ഥലപരിമിതി ഒന്നുമില്ല. ആർക്കും കയറി വെറുതെ ചാടിപ്പിടിക്കാൻ ഒക്കെയില്ല. സാറിൽ നിന്ന് കർത്താവിലേക്ക് ഈ മഗ്ദലന മാറിയതുപോലെ നമ്മളും ഓരോ ദിവസവും ഇത്തരം മാറ്റത്തിന് വിധേയമാകും. കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മറിയത്തിന് പിന്നെ വിസ്മയം മാത്രമേ ഉള്ളൂ. പത്രോസും ഈ തിരിച്ചറിവിലേക്ക് വന്നത് ക്രമേണയാണ് എന്നാണ് എൻ്റെ ബോധ്യം. സ്നേഹം ഉറപ്പുവരുത്തിയിട്ട് ഈശോ പറഞ്ഞല്ലോ, എൻ്റെ ആടുകളെ മേയ്ക്കുക. എൻ്റെ ആടുകളെ, പക്വതയുള്ള എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാമതും ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. മൂന്നാമതും ചോദിച്ചു. അപ്പോൾ നമ്മുടെ സുറിയാനി വിശുദ്ധ ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക. അതിലൊരു നല്ലൊരു ഗ്രഡേഷൻ ഉണ്ടെന്നാണ് ആത്മീയമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. പത്രോസ് വലിയ എടുത്തിയാട്ടക്കാരനായിരുന്നു. നല്ല മിടുക്കുള്ള ചേട്ടന്മാരെ നയിക്കാനൊന്നും ഒരു കുഴപ്പമില്ല. അവരും അങ്ങനെ പറഞ്ഞോളൂ. പത്രോസ് പറയുന്ന പോലെ ചേട്ടന്മാരും പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല. എൻ്റെ ആടുകളെ പോയി മേയിച്ചു, ഒരു കുഴപ്പമില്ല. അവരോട് എന്നെക്കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞോളൂ. വീണ്ടും ഒന്നുകൂടെ സ്നേഹം ഉറപ്പുവരുത്തിയപ്പോൾ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. കുട്ടികളെ നോക്കേണ്ടതൊക്കെ എത്രയോ പവിത്രമായ രീതിയിലാണ്. ഇന്ന് കുട്ടികളെ കുറിച്ചൊക്കെ ഉണ്ടാകുന്ന കേസുകൾ നമ്മൾ കേൾക്കുമ്പോൾ ഈശോ 2000 കൊല്ലം മുമ്പ് ഒന്നുകൂടി ഇരുത്തം വരുത്തിയിട്ടാണ് ഈ ആദ്യ മാർപ്പാപ്പായോട് തന്നെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ പറഞ്ഞത്. കൊച്ചു കുഞ്ഞാടുകളെ മേയ്ക്കണം. അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ ചോദ്യവും ഉത്തരവും, എൻ്റെ പെണ്ണാടുകളെ മേയ്ക്കുക. ഓരോ ശുശ്രൂഷകനും അവൻ വളർന്ന് വലുതാകുന്നതനുസരിച്ച് ദൈവം കൊടുക്കുന്ന ജോലികളായിരിക്കാം അത്. ശുശ്രൂഷകന് അച്ഛനോ മെത്രാനോ കർദിനാളോ ആരുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി അവന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു വളർച്ചയുടെ പക്വതയുടെ ഫലമായിട്ട് കൂടിയാണ്
ഈ ഗ്രഡേഷൻ, ചേട്ടന്മാരെ മേയിക്കാം, കുഞ്ഞുങ്ങളെ മേയിക്കാം, പെണ്ണാടുകളെ മേയിക്കാം. അതൊരു വിശാല സമൂഹത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഈ 3 പറച്ചിലിൽ എല്ലാവരുമുണ്ട്. അവരെ നയിക്കാനായിട്ട് നമ്മൾ വളരെ കരുതലോടുകൂടി പ്രാർത്ഥനാപൂർവം വേണം സമീപിക്കാൻ എന്നുകൂടെ ഈശോ ഈ ഉത്ഥാനാനന്തര കണ്ടുമുട്ടലിൽ ശിഷ്യന്മാരോട് പറയുന്നത് നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ഞാൻ സമയപരിധി ഇതുപോലൊരു വാക്കുകൾ സ്വീകരിക്കുകയാണ്. ഈ പരിശുദ്ധമായ തിരുക്കർമ്മം നമുക്ക് വലിയ പ്രത്യാശയും സമാധാനവും ഈശോ നൽകട്ടെ അതിലൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെ ഈ ഭദ്രാസന ദേവാലയത്തിൽ ഒന്നിച്ച് കൂടുകയായിരുന്നു. നമ്മൾ വിഭൂതി തിങ്കളാഴ്ച ആരംഭിച്ച് ഓശാനയിൽ നമ്മൾ ആഘോഷിച്ച് പെസഹ വ്യാഴാഴ്ച കാല് കഴുകി പരിശുദ്ധ കുർബാന അർപ്പിച്ച് ദുഃഖവെള്ളിയാഴ്ച ദൈവവചന കീർത്തനങ്ങളിലൂടെ സ്ലീവ പാതയിലൂടെ നടന്ന് ഇന്ന് നമ്മൾ ഉത്ഥാനത്തിലെത്തി. ഉത്ഥാനത്തിൻ്റെ ചില മണിക്കൂറുകൾ വലിയ ശനി, അത് പ്രഘോഷണങ്ങളുടെ ശനി എന്നാണ് അറിയപ്പെടുന്നത്. കർത്താവ് തന്നെ പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരോട്, മരിച്ച പോലെ കിടക്കുന്നവരോട്, ഒരു പ്രതികരണവും ഇല്ലാത്തവരോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. പ്രഘോഷണ ശനി എന്ന് പറയുന്നതായിരിക്കാം കൂടുതൽ ശരി. അത് കഴിഞ്ഞ് നമ്മൾ ഉത്ഥാനത്തിൽ എത്തി. ഉത്ഥാനത്തിൻ്റെ സന്തോഷം, സമാധാനം നമ്മൾ പങ്കുവച്ചു. ഈ കർമ്മങ്ങളിലെല്ലാം നമ്മളുടെ ഇടവകയിലെ വിശ്വാസികൾ വളരെ നല്ലതുപോലെ പങ്കെടുത്തു. ഈ 6 ഫംഗ്ഷൻസിനും ഇനിയും കുർബാനയുണ്ടല്ലോ. മറ്റു കർമ്മങ്ങൾക്കെല്ലാം ഈ ദേവാലയവും പരിസരവും ഇതിൻ്റെ മോണ്ടളവും ബാൽക്കണിയും എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് വിശ്വാസികളുടെ സമൂഹം പ്രാർത്ഥനാപൂർവം ഈ ഭദ്രാനുഷ്ഠാനത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ കൃപ എന്ന് ഞാൻ കരുതുകയാണ്. ബഹുമാനപ്പെട്ട വിചാരിച്ചൻ്റെ അറിവും വിശുദ്ധിയും നേതൃപാഠവും എല്ലാം ഈ ഭദ്രാസന ഇടവകയെ ഇതുപോലെ ഉഴുത് മറിച്ച് അതിൻ്റെ ആത്മീയ മുഖം ശക്തിപ്പെടുത്താനായിട്ട് വളരെയധികം സാധിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ രൂപത അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് കടക്കുകയാണ്. ജൂലൈ മാസത്തിൽ 75 വർഷം. പ്ലാറ്റിനം ജൂബിലിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കത്തീഡ്രൽ വെച്ചാണ് നടത്തേണ്ടത്. പ്രത്യേകിച്ച് അതിൻ്റെ സമാപനം ഇവിടെ നമുക്ക് അപ്പസ്തോലിക് നുൻഷ്യോയും നമ്മുടെ രാജ്യത്തെ കർദിനാളന്മാരെയും നമ്മുടെ രൂപതയിലെ എല്ലാ അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും അൽമായരെയും എല്ലാം നമുക്ക് വിളിച്ച് നടത്തണം. അതുവരെ നമുക്ക് മറ്റ് പല കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ സർക്കുലർ വിചാരിച്ചു വായിക്കും, ഞാനതിലേക്ക് കിടക്കുന്നില്ല. അപ്പം അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനെല്ലാം അവിടെ നല്ലൊരു മാതൃക ഈ വലിയ ഭദ്രാസനം കാണിച്ച് തന്നിട്ടുണ്ട്. സമർത്ഥരായ 3 കൊച്ചന്മാർ വിചാരിച്ചതോട് ചേർന്നും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടും എല്ലാം അവരും നല്ലതുപോലെ അച്ഛൻ്റെ കൂട്ടത്തിൽ നിന്ന് പഠിച്ച് നല്ല പക്വത കാഴ്ചവരെ പോലെയാണ്. അപ്പോൾ നമുക്ക് അതിമനോഹരമായ ഗാനങ്ങൾ പാടുന്ന കൊയറുണ്ട്. ബഹുമാനപ്പെട്ട വൈക്കാരന്മാർ, കമ്മിറ്റിക്കാർ, സിസ്റ്റേഴ്സ്, ദേവാലയ ശുശ്രൂഷികൾ, പരിശുദ്ധ കുർബാനയ്ക്ക് കൂടുന്ന കുട്ടികൾ, ഇങ്ങനെ ഒരു വലിയ പറ്റം ടീം നല്ല രീതിയിൽ ഇവിടെ ക്രമീകരിച്ചതും ഈ ലിറ്റർജിയെ ഇതുപോലെ പരിപാവനമാക്കി തീർത്തതുമെല്ലാം ബഹുമാനപ്പെട്ട വിചാരിച്ചൻ്റെയും ശിഷ്യന്മാരുടെയും കരുതലാണ്. അവർക്ക് ദൈവം കൃപ നൽകട്ടെ. നിങ്ങളെല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഉചിതനായ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ഉചിതന്റെ സമാധാനവും ശാന്തിയും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ